നമസ്കാരം. ഇന്ന് വിനായക ചതുർത്ഥിയാകുന്നു. ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഭഗവാന്റെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന, ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാൻ പോകുന്ന അപ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം അഥവാ സ്മരിച്ചതിന് ശേഷം ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വിജയങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വിജയങ്ങൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതിനാൽ തന്നെ ഇനി മുതൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. പല കാര്യങ്ങളിലും അത് പ്രകടമാകും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. സാമ്പത്തികമായ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടുതൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. പല കാര്യങ്ങളിലും ഈ സമയം ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് വിദ്യയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും അനുകൂലമായ യാത്രകൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം ഈശ്വരാധീനം, ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതുമാണ്. മാനസികപരമായ വിഷമങ്ങൾ ജീവിതത്തിൽ അല്പം കുറയുന്നതാകുന്നു. രോഗദുരിതങ്ങൾ ജീവിതത്തിൽ കുറയുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. പല കാര്യങ്ങളും ഒരു മാസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതാകുന്നു. വീട്, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സമാധാനപൂർണമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ശിവപ്രീതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈശ്വരാധീനം കുറയില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ബന്ധുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ നൽകി എന്ന് വരാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ സമയം തന്നെയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വന്നു ചേർന്നിരിക്കുന്നതായ പല അവസരങ്ങളും ഈ സമയം നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലം തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ
നേട്ടങ്ങൾ വളരെയധികം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുന്നതായ സമയം തന്നെയാകുന്നു. ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിദ്യ, കർമ്മരംഗം, ദാമ്പത്യം, ധനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ആത്മാർത്ഥമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രാർത്ഥനകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ദിവസവും നിങ്ങൾ ഭഗവാനെ അഥവാ സാക്ഷാൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അത്ഭുതകരമായി തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സൽപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ വ്യക്തികൾ, സുഹൃത്ത്, ഗുരു അത്തരത്തിലാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല വ്യക്തികളും ഇത് തിരിച്ചറിയാതെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പല അവസരങ്ങളിലും കേൾക്കേണ്ടതായ അവസ്ഥയാണ് ഉള്ളത്. പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട്, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും പെട്ടെന്ന് തന്നെ വിഷമിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിഷമങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ചിന്തകൾ, പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ചില നെഗറ്റീവായ ചിന്തകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ തന്നെ ചിന്തകൾ പലതും മനസ്സിൽ നിന്നും, നെഗറ്റീവായ ചിന്തകൾ പലതും മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതുമാണ്. അപകട സാധ്യതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ അവഗണനകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിഷമങ്ങൾക്കും കാരണമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ ജീവിതത്തിൽ നിന്നും വഴിമാറി പോകുന്നതുമാണ്. അപവാദം അനുഭവിക്കുന്നു എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സഹായിച്ചവർ തിരിച്ച് പലപ്പോഴും നിങ്ങളെ സഹായിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായ സഹായങ്ങൾ അത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ ചില പ്രത്യേകമായ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ സഹായിക്കുവാൻ കടന്ന് വന്നു എന്ന് വരാം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആരോ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നു എന്നതും വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ധനം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ
വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും.